എന്തോ ഇതൊക്കെ പുതിയതാണോ? പുറത്ത് ഷോനൊക്കെ പോയപ്പോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടിയതാണോ? ഇല്ല, ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ. ആൾക്കാർ അറിയുമ്പോ കിട്ടുന്നതാ? അല്ല, ചിലപ്പോ ആൾക്കാർക്ക് ഭ്രാന്തല്ലേ വില കൂടിയ സാധനം കാശ് കൊടുത്ത് മേടിച്ചാണ്. ശരിക്കും അംബിക ചേച്ചി കുട്ടികളുടെ പോലെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ ഇല്ലയോ? കുട്ടികളുടെ മനസ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആർക്ക്? ഇവർക്കോ? അല്ല, ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടുള്ള അംബിക ചേച്ചിക്ക്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അതെ, കറക്റ്റ്. റിയൽ ലൈഫ് ക്യാരക്ടറിൽ അങ്ങനെ ഒരു ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള ഷോസിന് വരുമ്പോ ഈയിടെ ഞാൻ വന്നിട്ട് റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, അതെ, അതായത് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു ക്ലൂ. യെസ്, ഓട്ടോ വോൾ. ഇങ്ങനെ ഷൂട്ടിംഗ് സമയത്തുള്ള രസകരമായിട്ടുള്ള അങ്ങനെയല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിന് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. മരം കയറലും ഇതൊക്കെ ഉണ്ട്. സോ അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ ഗേറ്റ് ഇങ്ങനെ അടയ്ക്കുമ്പോ അതിങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ പെട്ടെന്ന് ഇതിലൊന്ന് കയറിയാലെന്താ എന്ന് വെച്ചപ്പോ എന്റെ കൂടെ ഒന്ന് അസിസ്റ്റന്റ് അവരങ്ങ് ഷൂട്ട് ചെയ്തു. വന്നു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ബീങ് സില്ലി ഈസ് നോട്ട് സില്ലി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഇട്ടു. അത് കയറി അങ്ങ് വൈറലായി. അതങ്ങനെ വൈറലായി ഇവിടെ കിടന്ന് എന്തോരം കഷ്ടപ്പെടുന്നു. ഇവിടെ ചില ആൾക്കാരുണ്ട് മതിലുകാട്ടും കണ്ടവന്റെ പറമ്പിൽ കയറി തേങ്ങ മോഷണവും. അങ്ങനെയല്ല, എന്താണെന്നറിയോ, നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിപ്പം ഇവരിങ്ങനെ സ്റ്റേജിൽ ഇത് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ ഈ ചെറിയ വയസ്സിൽ ഞാനിങ്ങനെ സ്റ്റേജിൽ എൻ്റെ അനിയത്തിയും ഞാനൊക്കെ കൂടെ ഡാൻസ് ചെയ്യാൻ കയറുന്നത്, അമ്മ ഇങ്ങനെ മുമ്പ് ഒന്ന് സെൻറ്ററിലോട്ട് വാ അപ്പോഴേ കാണുള്ളേ സ്റ്റേജിലെ ആൾക്കാർ, അതൊക്കെ ഓർമ്മ വരും. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ അതൊക്കെ ഇതങ്ങ് ചെയ്യും. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഓല കൊണ്ട് വാച്ചുണ്ടാകും, അതൊക്കെ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെയ്യാറുണ്ട് ചില സമയത്ത്. കാരണം അത് കാണുന്ന ആൾക്കാർ കളിയാക്കുന്നെങ്കിൽ ഐ ഡോണ്ട് കെയർ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. വെരി ഷോർട്ട് ലൈഫ്. കാരണം ഈ കോവിഡും കൂടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പേടിയായി തുടങ്ങി ലൈഫിനോടൊക്കെ തന്നെ. അത് കാരണം മാക്സിമം സന്തോഷമായിട്ടിരിക്കുക, സന്തോഷിപ്പിക്കുക, നിങ്ങളെ പോലെ എല്ലാരെയും ചിരിപ്പിക്കുക. ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, 2 എപ്പിസോഡായിട്ട് ചേച്ചി വന്നല്ലോ, അനുവിന്റെ കുട്ടിത്തം ഇഷ്ടമാണോ? ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരിലുമുള്ള 5 വയസ്സുകാരെ എനിക്ക് ഇഷ്ടമാണ്. നമ്മളെല്ലാവരേ ഭയങ്കര മെച്ചൂരിറ്റി കാണിച്ച് മസിലൊക്കെ വീർപ്പിച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു മസിലും കാണിക്കണം. യു ബി സില്ലി. നിങ്ങൾ കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക. ആരെന്ത് പറഞ്ഞാലും ഡോണ്ട് കെയർ. ആദ്യമായിട്ടാ ഞങ്ങളുടെ പറമ്പിൽ ഇറങ്ങ്, ഞങ്ങൾക്ക് വൃദ്ധത്വം വേണ്ട. ഹലോ അമീൻ, എന്തെങ്കിലും സംസാരിക്കാം. റെന്റ് കൊടുക്കണ മൈക്കാണ്. ഹലോ പറടാ. ശരി, അല്ല ഞാൻ ഭയങ്കര ഇങ്ങോട്ട് വരൂ. അല്ലെങ്കിൽ ഉമ്മർ സാറിന്റെ ഡയലോഗ് പറഞ്ഞാലും മതി. അമൂൽ ബേബി. എന്തെങ്കിലും ചോദിക്കും. ശരിക്കും ബേബിയുടെ പോലെ ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്നുണ്ട് അല്ലേ? കളിയൊക്കെ ശരിക്കും. ബൈ പ്രൊഫഷൻ എന്താ ചെയ്യണേ? ബൈ പ്രൊഫഷൻ ഐ മീൻ ഇതൊക്കെ തന്നെ എന്റെ പരിപാടി. ഇല്ല ഞാൻ ചെയ്തായിരുന്നു ഇതുപോലെ ബിടെക്. ഓ അടിപൊളി. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ബിടെക്കാരന്റെ ഒരു ആക്ടറിന്റെ ഒരു 2 പാട്ടിലേക്ക് നമ്മൾ പോവാം. പാട്ടുകാരനാണോ? ഞാൻ ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും എന്റെ താളം തെറ്റും. അതാണ് പ്രശ്നം. തെറ്റണം. എനിക്ക് ഒരു ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഇത് എന്നെ അവന് പാടാനുള്ളതെന്ന് തോന്നും. പക്ഷെ ഇത് ഈ വേദിയിൽ പുതുതായ കാരണം ഞാൻ അത് പാടാം. ഓക്കെ, മറ്റേ പാടണോ അതോ പറയണോ? അതല്ല ഐ മീൻ അല്ല, സാധാരണ എല്ലാരും പാട്ട് പാടും. അല്ല, നിങ്ങൾ എങ്ങനെ പാട്ട് പറയാറാണ്? എന്റെ താളമേ തെറ്റും. ഇവർക്കെങ്കിലും കൂടെ പിടിച്ച് എനിക്ക് കുറച്ച് രക്ഷപ്പെടായിരുന്നു. അതാണ് സംഭവം. മുൻപേ പാടെ സെക്കൻഡ് സ്റ്റാൻസ് എന്റെ പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ചിലത് പറയും. പെണ്ണ് പലതും പറയും, നീതി കാട്ടി തുള്ളരുത് കേട്ടാ. അനുഭവസ്ഥനാണ്. സ്റ്റേജിൽ വന്നു, ഫ്ലോറിൽ 2ാമത്തെ ദിവസം തന്നെ ഒരു റൊമാൻറ്റിക് പാട്ടോട് കൂടിയിട്ടാണ് ആശാന്റെ തുടക്കം. നോക്കാം. ഓക്കെ ദേവിക, ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് മൂവ്മെന്റ്സ് കൊടുക്കണം കേട്ടോ. മുൻപേ വന്നല്ലേ, നീ മുൻപേ വന്ന് പാടുകയും ചെയ്തു, അവള് പുറകെ വരെയും ചെയ്യും. അമീൻ ബിടെക് എന്നല്ലേ പറഞ്ഞു? ബിടെക് അല്ലേ? ബീഫാമാണ്. എന്താ ബീഫ് ഫാം? അവര് ഒരു പഴയ കൗണ്ടർ പറയാം. സുഖമില്ലാത്ത ആളാണ്. നീ തന്നെ പറയണം കേട്ടാ. നിലവിലെ വാടക വാങ്ങി വീട്ടിൽ കുടിവെക്കലാമാ,
நாம் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா உங்களை வீட்டுக்கு நீதான் உந்தன் தோள்களில் கிடந்தரலாமா நான் சாயும் தோள் மேலே வேறாரும் சாய்ந்தாலே தகுமா தோழி செங்குலை சேரும் கலைந்தது போலே கலைந்து விட முன்பே வா என் அன்பே வா பூனே வா உயிரே வா நான் கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா பூனே வா உயிரே வா ഞാൻ എന്റെ അല്ലാതെ മദ്രാസായ കുഴപ്പമുണ്ടോ? അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. അല്ല, സത്യമായിട്ട് നന്നായിട്ട് ഞാൻ പാടും. ഇത് ഇങ്ങനെ ആയി പോയതാണ്. ഒരു കാര്യം പറ്റേ, അമീൻ ആക്ച്വലി ആദ്യത്തെ രണ്ടുപേരിൽ ടെൻഷൻ ഉണ്ടായി. പിന്നെ ശരിക്കുള്ള അമീൻ ഇങ്ങനെ പതുക്കെ പാടി 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 വന്നപ്പോഴേക്കും അമീൻ ഒരു ചമ്മല് വരെ ഉള്ളില്. പക്ഷെ എന്ത് രസമായിട്ടാ പാടുന്നത്. അല്ല അങ്ങനെയല്ല, പാട്ട് പാടി. പക്ഷെ പാട്ട് പാടിയ കൂട്ടത്തിൽ അങ്ങനെ ഒരു പേർ അവിടെ വരാനും ഇവർ നേരത്തെ വല്ല പ്ലാൻ ചെയ്തു. സംഭവം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പാടിയപ്പോ ലെവലൊന്നും കിട്ടുന്നുണ്ടായില്ല. ആള് വന്ന് കൈ പിടിച്ചു, അപ്പൊ സംഭവം ശരിയായി. എന്താണെങ്കിലും ഒന്ന് പോയി ഒഴിഞ്ഞിടണം. ഒരാള് മുട്ട വെക്കാനുള്ള പ്ലാൻ. ഇവിടെ വേറൊരു ഗായകരെ വളർത്തില്ല ഇദ്ദേഹം. മുമ്പേ വന്ന് പാടി, അവള് പുറകെ വന്നു. ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടണം മോനെ.